വിജയ സ്പെഷ്യൽ ടുഡേ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മീൻകറിയാണ്. തേങ്ങ പച്ചക്ക് അരച്ചു ചേർത്തുണ്ടാക്കിയ മത്തിക്കറി. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതും ടേസ്റ്റ് ഉള്ളതുമായ ഒരു മീൻകറിയാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മീൻകറി പല രീതിയിലും നമുക്കുണ്ടാക്കാം. അതിൽ ഞാൻ വെക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് 1 കിലോ മത്തിയുണ്ട്. ഉപ്പിട്ട് തേച്ച് കഴുകി ക്ലീൻ ചെയ്തെടുത്താണിത്. ഇനി അരയ്ക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലേക്ക് അരയ്ക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഇത് 1.5 കപ്പ് തേങ്ങയുണ്ട്, ഒരു 5 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് പിരിയമുളക് പൊടിയാണ്. നിങ്ങൾ കാശ്മീരി മുളക് പൊടി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്തെടുക്കണം. ഇത് നന്നായിട്ട് എരിവുണ്ട്, കളറും കിട്ടും. 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി വേണം. ഈ ഉള്ളി അരയ്ക്കാനിടുമ്പം ഒന്ന് ചെറുതായിട്ട് മുറിച്ച് വേണം മിക്സിയിലിടാൻ, ഇല്ലെങ്കിൽ ഉള്ളി അരയാതെ കിടക്കും. ഇത് ഇത്രയും കൂടി നമുക്ക് തരുതരുപ്പായിട്ട് അരച്ചെടുക്കണം. പിന്നെ വേണ്ടത് ഒരു തക്കാളി. ഇതൊരു വലിയ തക്കാളിയുണ്ട്. ചെറിയ തക്കാളിയാണെങ്കിൽ ഒരു 2 എണ്ണം വേണം. കാരണം മീൻ 1 കിലോ ഉള്ളത് കൊണ്ട് ചെറിയ തക്കാളി എടുക്കുകയാണെങ്കിൽ ഒരു 2 എണ്ണം എടുക്കണം. വലിയ തക്കാളിയാണെങ്കിൽ 1 എണ്ണം മതി. ഇതിങ്ങനെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. ആദ്യം നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. ആ മിക്സിയിലേക്ക് തന്നെ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. അതിലേക്ക് തന്നെ ഈ തക്കാളിയും കൂടെ ഇട്ടിട്ട് അരച്ചെടുക്കണം. പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 6 പച്ചമുളക് 4ആയിട്ട് കീറി വെച്ചിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. അരിഞ്ഞത് ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. കുറച്ച് കറിവേപ്പില. പിന്നെ അതിൻ്റെ കൂടെ ഈ മീൻപുളി എടുത്തിട്ടുണ്ട്. ഇത് ഒരു 4 കഷ്ണമുണ്ട്. ഞാനിത് ചെറുതായിട്ട് മുറിച്ചാണ് ഇടുന്നത്. ചിലർ ഈ പുളി ഇങ്ങനെ മുഴുവനായിട്ട് അങ്ങ് ഇടും. അങ്ങനെ ഇടുവാണെങ്കിൽ അതിൻ്റെ പുളി കംപ്ലീറ്റായിട്ട് മീനിലേക്ക് ഇറങ്ങില്ല. പിന്നെ അതെടുത്ത് വെറുതെ നമ്മൾ കളയും. അതുകൊണ്ട് ഞാനിത് ചെറുതായിട്ട് മുറിച്ചിടും. പിന്നെ നിങ്ങൾക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണെങ്കിൽ ഇതിങ്ങനെ ഈ പുളി ഇങ്ങനെ മീനിൽ കിടക്കുന്നത് ഒരു ഭംഗിയില്ലാത്തത് കൊണ്ടത് നമുക്ക് ഈ പുളി ഇങ്ങനെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കണം. ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് നേരം ഇട്ട് വെച്ചിരുന്ന ഈ പുളി എല്ലാം വെള്ളത്തിലേക്ക് ഇറങ്ങും. പിന്നെ ആ വെള്ളം വേണം മീനിനകത്തിൽ ഒഴിച്ച് കലക്കിയെടുക്കാൻ. അങ്ങനെ എടുത്താൽ മതി. ഞാൻ അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു രീതിയിൽ വേണം അരച്ചെടുക്കാൻ. ഇതുപോലെ തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാൻ. തക്കാളി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മീനിലേക്ക് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി അരപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പുളി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതാ പുളി ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. അരപ്പൊടിനി അതിലേക്ക് ഇട്ടു. ഇനി തക്കാളി അരച്ചതാണിത്. അതും കൂടി ഇതിലേക്ക് ഒഴിക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ മീൻ കുറച്ച് മുങ്ങിക്കിടക്കത്തക്ക മാതിരി വെള്ളം വേണം. ഇതിന് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതിൽ ഞാൻ വേറെ കുരുമുളകോ അല്ലെങ്കിൽ പിന്നെ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കുന്നില്ല. ഇത്രയും സാധനങ്ങൾ ചേർക്കുന്നുള്ളൂ. കുരുമുളകും വെളുത്തുള്ളിയും ഒക്കെ ചേർത്താൽ ഈ കറിയുടെ ടേസ്റ്റ് വേറെയാകും. അതുകൊണ്ട് അതൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഇതൊന്ന് അടച്ച് വെക്കണം. ഇനി നമുക്ക് തിളയ്ക്കുമ്പോൾ ഇത് തുറന്ന് ഒന്ന് തവിയിട്ട് ഇളക്കരുത്. ചുമ്മാ വെറുതെ ഇങ്ങനെ സൈഡിൽ പിടിച്ചുകൊണ്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചുറ്റിച്ച് വെക്കണം. മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒന്നിങ്ങനെ ചുറ്റിച്ച് വെക്കണം.
ഇനി തീ ഓഫ് ചെയ്യാം. നിങ്ങളിതിൻ്റെ ഇടയ്ക്ക് തുറന്നൊന്ന് ഉപ്പും പുളിയൊക്കെ ശരിയാണോ എന്നൊന്ന് നോക്കണം. മീൻകറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ മത്തി ഈ രീതിയിൽ ഒന്ന് കറി വെച്ച് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ ഇനി നല്ല നല്ല വീഡിയോസുമായി വരാൻ സാധിക്കൂ. ഇനി അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.